ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെയും സാറായെയും അദ്ദേഹത്തിൻ്റെ തലമുറകളെയും കുറിച്ചുള്ള വിചിന്തനമാണ് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും യഹൂദർ പറയുന്നത് അബ്രാഹത്തിൻ്റെ വിശ്വാസം അത്രമാത്രം ശക്തിയുള്ള വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വായിക്കുന്നത്, അബ്രാഹാമിൻ്റെ വിശ്വാസം അവനെ നീതിയിലേക്ക് നയിച്ചു. ആ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. വിശുദ്ധ ഗ്രന്ഥം വിശ്വാസത്തിൻ്റെ ഗ്രന്ഥമാണെങ്കിൽ ആ ഗ്രന്ഥത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ അപ്രയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിന് പരിശുദ്ധ റൂഹായുടെ ആവാസമുണ്ടാകണം. നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്നുകൊണ്ട് ദൈവാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ റൂഹായുടെ ആവാസത്തിനു വേണ്ടി നമുക്ക് തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അബ്രാം സാറ ദമ്പതികൾ കാനാൻ ദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് പോയി പാർക്കുന്നതിനെക്കുറിച്ചാണ്. അത് ആരംഭഭാഗം ഞാൻ പറഞ്ഞു. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ വശം എന്താണ്, ഹിക്സോസ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടമാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിലൂടെ പറഞ്ഞു. ഇനി അബ്രാം എങ്ങനെയാണ് സാറായിയെ പ്രസൻറ്റ് ചെയ്യുന്നത്? അബ്രാം സാറായിയെ പ്രസൻറ്റ് ചെയ്യുന്നത് ഷീ ഈസ് മൈ സിസ്റ്റർ എന്നാണ്. 6-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ കസ്റ്റം അനുസരിച്ച് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അതിതീവ്രമായിട്ടുള്ള സ്നേഹബന്ധത്തിന് അവർ വിശേഷിപ്പിച്ചിരുന്ന ഒരു അനുഭവമാണ് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് ഇക്കാലഘട്ടത്തിൽ അല്ല, 6-ാം നൂറ്റാണ്ട് BC 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ചിന്തയായിരുന്നു. അവരുടെ ഇടയിൽ ഈജിപ്ഷ്യൻ കസ്റ്റമായിരുന്നു. അതുകൊണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ ഈ സിസ്റ്റർ എന്നുള്ള സങ്കല്പത്തെ അങ്ങോട്ടേക്ക് അവതരിപ്പിക്കുക. അതുപോലെ തന്നെ ഫറവോ വലിയ രാജാവാണ്. ഫറവോയുടെ മുമ്പിൽ യാചിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, ഭക്ഷണത്തിനായിട്ട് നിൽക്കുന്ന വ്യക്തി എന്തും കൊടുക്കാൻ ആ കാലഘട്ടത്തിൽ ആ കസ്റ്റം അനുസരിച്ച് എന്തും കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവിടെ നടക്കുന്നത് വലിയൊരു അത്ഭുതമാണ്. ഫറവോ ഈ സ്ത്രീയെ സ്വീകരിക്കുന്നു. പക്ഷേ ഫറവോയ്ക്ക് ദൈവം പ്ലേഗുകൾ കൊടുക്കുകയാണ്, അതായത് ബാധകൾ കൊടുക്കുകയാണ്. ഈ ബാധകൾ ലഭ്യമാകുന്നതിലൂടെ ഫറവോ മനസ്സിലാക്കുകയാണ് ഇത് എന്തോ അസാമാന്യമായിട്ടുള്ള കഴിവുള്ള, അല്ലെങ്കിൽ എന്തോ ഒരു പ്രതിഭാസമാണ്. അതിനാൽ ആരാണ് ഇവരെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ പ്രത്യേകമായിട്ട് എക്സോഡസിൻ്റെ പുറപ്പാടിൻ്റെ അനുഭവം ഓർക്കുന്നത് നല്ലതാണ്. പുറപ്പാടിൻ്റെ അനുഭവത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ ഫറവോയുടെ മുമ്പിൽ അടിമകളാക്കി നിർത്തപ്പെട്ടു. ആ അടിമത്തത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരികയാണ്. ആ സാന്നിധ്യത്തിൽ എന്താ സംഭവിക്കുക? ഈജിപ്തിനെതിരെ ദൈവമായ കർത്താവ് 10 ബാധകൾ അയക്കുകയാണ്. 10 ബാധകൾക്ക് സ്വീകരിച്ച ശേഷം ഫറവോ ഈ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുന്ന രംഗമാണ് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുക. ഇതേപോലെ തന്നെ വേറൊരു പുറപ്പാടിൻ്റെ അനുഭവമാണ് ഈ അബ്രാമിൻ്റെ ജീവിതത്തിൽ കാണുക. ബാധകൾ അയക്കുന്നു. ദൈവമായ കർത്താവ് ഫറവോയ്ക്ക് ബാധകൾ അയക്കുന്നു. പ്രത്യേകിച്ച് കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ കസ്റ്റം വലിയ പാട്രിയാർക്കിൻ്റെ, അതായത് പിതാക്കന്മാരുടെ ഭാര്യമാരായിരിക്കുന്നവരെ അവരെ ലൈംഗിക വേഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെയധികം കോൺസിക്വൻസ് ഉണ്ടാക്കുമെന്നുള്ള സോഷ്യൽ കസ്റ്റമും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് ഈ പ്ലേഗുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള വിശ്വാസമൊക്കെ നിലനിന്നിരുന്നതുകൊണ്ടാണ് ഫറവോയ്ക്ക് പ്ലേഗുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബാധകൾ ഉണ്ടാകുന്നത്. ഈ ബാധകളിലൂടെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് യഥാർത്ഥ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്നു, യഥാർത്ഥ കാരണം മനസ്സിലാക്കുന്നു, ആരാണ് അബ്രാം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അവരെ സാധന സാമഗ്രികളോടുകൂടി അദ്ദേഹം അവരെ പറഞ്ഞു വിടുകയാണ്. എല്ലാ സുഖസൗകര്യങ്ങളും നൽകി, അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകി, ക്ഷാമം തീർക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള വസ്തുവകകൾ നൽകി,
കൂടെ ഹാഗാറിനെ നൽകി ഈജിപ്ത് ദേശത്ത് നിന്ന് ഇവരെ പറഞ്ഞു വിടുന്ന രംഗമാണ് കാണുന്നത്. ഇത് എക്സോഡസിൻ്റെ പുറപ്പാടിൻ്റെ മുൻ ആസ്വാദനമെന്നായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇവർ യാത്ര ചെയ്യുമ്പോൾ നടക്കുന്ന ഇതിപ്പോൾ അബ്രാമും ഈജിപ്ത് ദേശത്തുള്ള സംഭവം, ഈജിപ്തിൽ പട്ടിണിയായിട്ട് ക്ഷാമത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഫറവോയും അബ്രാമും സാറായും തമ്മിലുള്ള ആ സംഭവങ്ങൾ, ആ എപ്പിസോഡ് പ്രധാനമായിട്ടും പുറപ്പാട് പുസ്തകത്തിൻ്റെ മുന്നാസ്വാദനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അത് കർത്താവിൻ്റെ കരമാണ് അവിടെ പ്രവർത്തിച്ചത് എന്ന് വിശ്വാസ ജീവിതത്തിൽ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രണ്ടാമതായി നമ്മൾ കാണുന്നത് 13-ാമത്തെ അധ്യായത്തിലാണ്. എന്താണ് 13-ാമത്തെ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക? 13-ാമത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവരുടെ യാത്രയെ സൂചിപ്പിക്കുക. അബ്രാം, സാറായി, ലോത്ത് ഇവർ ഈജിപ്തിൽ നിന്ന് യാത്ര ചെയ്ത് നേരെ കാനാൻ ദേശത്തേക്ക് എത്തുകയാണ്. 13-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനത്തിൽ ഇപ്രകാരമാണല്ലോ നമ്മൾ വായിക്കുന്നത്. അബ്രാം, സാറായി എല്ലാവരും കൂടി വന്ന് അബ്രാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായ അബ്രാം, സാറായി, ലോത്ത് എന്നിവർ നേരെ വരുന്നത് കാനാൻ ദേശത്തേക്ക് വന്ന് അവർ ചുമ്മാ ഇരിക്കുകയല്ല, അവർ ഹെബ്രോൺ എന്ന് പറയുന്ന ദേശത്ത് അല്ലെങ്കിൽ മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം ഒരു ബലിപീഠമുണ്ടാക്കി അവിടെ ദൈവത്തിന് ബലിയർപ്പിച്ചു. പുറപ്പാടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തിന് ബലിയർപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഇവിടെയും അന്വർത്ഥമായിട്ട് നിൽക്കുന്ന രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. രണ്ടാമതായി 13-ാമത്തെ അധ്യായത്തിൽ കാണുന്ന മറ്റൊരു സംഭവം അബ്രാമും ലോത്തും വേർപിരിയുന്ന രംഗമാണ്. വേർപിരിയാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, അബ്രാമിന് സമ്പത്ത് കിട്ടി, ഈജിപ്തിലെ ഫറവോയിൽ നിന്ന് സമ്പത്ത് കിട്ടി, ലോത്തിനും സമ്പത്ത് കിട്ടി. അപ്പോൾ നോക്കിയപ്പോഴത്തേനും ഇവരുടെ കൃഷിക്കാർ തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. എവിടേക്കാണ്, എന്താണ് ചെയ്യേണ്ടത്, ആരുടെ വസ്തുവാണ് കൂടുതൽ, ആരുടേതാണ് കുറവ്, ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലോത്തും അബ്രാമും അവരുടെ കൃഷിക്കാരും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയിൽ ഈ അബ്രാമും ലോത്തും തമ്മിൽ വേർപിരിയുന്നതായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അബ്രാമും ലോത്തും വേർപിരിയാനുള്ളതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്രാമിൻ്റെ സൈക്കിൾ ഓഫ് അബ്രാം, അല്ലെങ്കിൽ അബ്രാമിൻ്റെ ജീവിതത്തിൻ്റെ കഥ മുഴുവനും പറയുന്ന ദൈവശാസ്ത്രമാണ് അബ്രാമിനെയും ലോത്തിനെയും വേർപിരിക്കാൻ അനുവദിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ലോത്തിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ പ്രധാനമായിട്ടും 13-ാമത്തെ അധ്യായത്തിലും 14-ാമത്തെ അധ്യായത്തിൽ ലോത്ത് രാജാവിനാൽ ആക്രമിക്കപ്പെടുന്ന രംഗം, 19-ാമത്തെ അധ്യായത്തിൽ സോദോം ഗൊമോറ നശിപ്പിക്കപ്പെടുന്ന രംഗം. ഇങ്ങനെ 3 ഭാഗങ്ങളിലാണ് ലോത്ത് പ്രത്യക്ഷപ്പെടുന്നത്. സോദോം ഗോമോറ പട്ടണം നശിപ്പിക്കുന്ന അവസരത്തിൽ നടത്തുന്ന സംഭവങ്ങളെയൊക്കെ ഈ 13-ാമത്തെ അധ്യായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ എന്തുകൊണ്ട് ലോത്ത് അബ്രാമിൽ നിന്ന് വേർപെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ദൈവം അബ്രാമിനാണ് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്വമുള്ളതാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. ഈ ഒരു അനുഗ്രഹമാണ് ദൈവം അബ്രാമിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലോത്ത് ആരാണ്? ലോത്തിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ലോത്ത് ആവശ്യപ്പെടുന്ന സ്ഥലം. അബ്രാം ലോത്തുമായിട്ട് വേർപിരിയുന്നു. ലോത്തിനോട് അബ്രാം പറയുന്നു, നിനക്ക് വലതുവശമാണ് വേണ്ടതെങ്കിൽ നീ വലതുവശം എടുത്തുകൊടുക, ഞാൻ ഇടതുവശത്തേക്ക് പോകാം. നിനക്ക് ഇടതുവശമാണ് വേണ്ടതെങ്കിൽ നീ ഇടതുവശം എടുത്തുകൊടുക, ഞാൻ വലതുവശത്തേക്ക് പോകാം. അബ്രാം തിരഞ്ഞെടുക്കുന്ന സ്ഥലം കിക്കാർ എന്ന് പറയുന്ന ദേശം. ഈ ദേശം ഇപ്പോഴും പച്ച ബോർഡിൽ വെള്ള അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. കിക്കാർ എന്ന് പറയുന്ന ദേശം അത് ജെറുസലേമിൽ നിന്ന് ഏലാത്ത് ഈജിപ്തിൻ്റെ ബോർഡറിലേക്ക് പോകുന്ന
സോദോം ഗോമോറ പട്ടണത്തിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അതായത് സോദോം ഗോമോറ പട്ടണമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് വാഗ്ദാന ദേശത്തിന് വെളിയിലാണ്. അതിനാൽ തന്നെ പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശം ഇപ്പോൾ പച്ചപ്പൊന്നുമില്ല, നേരത്തെ പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശം ഈ ലോത്ത് തിരഞ്ഞെടുക്കുമ്പോൾ വാഗ്ദാന ദേശത്തിന് വെളിയിൽ സ്ഥലം തിരഞ്ഞെടുക്കുന്ന ഈ വ്യക്തിയെ അബ്രാമിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിട്ടാണ് ഒരു ഭാഷ്യം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് മറ്റൊരു കാര്യമുണ്ട്. അബ്രാമും ലോത്തും തമ്മിൽ വേർപിരിയാനുള്ള മറ്റൊരു കാരണം ദൈവശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 19-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ദൈവം സോദോം ഗോമോറ പട്ടണത്തെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നു. അവിടുത്തെ സ്വവർഗാനുരാഗികളായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ആ പട്ടണം നശിപ്പിക്കാൻ വേണ്ടി സമൂലമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നു. അപ്പോഴാണ് ദൈവദൂതന്മാർ നേരെ പോകുന്നത് എങ്ങോട്ടേക്ക്? ഈ ലോത്തിൻ്റെ വീട്ടിലേക്ക്. ലോത്തിനെയും ഭാര്യയെയും കൈക്ക് പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നു. അതുപോലെ തന്നെ മക്കളെയും ഇറക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതാ ലോത്തിനോട് പറയുന്നു, നീ മലമുകളിലേക്ക് പോവുക എന്ന് ലോത്തിനോട് പറയുമ്പോൾ, പറ്റില്ല, എന്നെ മലമുകളിലേക്ക് പോകണ്ട, ഞാൻ അങ്ങ് ദൂരെ ഒരു സ്ഥലത്തേക്ക് പൊക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് ലോത്തിനെ പറഞ്ഞു വിടുന്നു. മലമുകളെന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ അനുസ്മരണമാണ്, സ്ഥലമാണ്. അവിടേക്ക് പോകാൻ ലോത്ത് വിസമ്മതിക്കുന്നു. 2, ഇത് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നു. അവൾ ഉപ്പുതൂണായിട്ട് മാറുന്നു. അതിനുശേഷം ഇതാ ലോത്തിൻ്റെ പെൺമക്കൾ ലോത്തുമായിട്ട് ശയിക്കുന്നു. അതുവഴിയായിട്ട് 2 വലിയ ദേശങ്ങളുണ്ടാകുന്നു, മൊവാബ്യരും അമ്മോന്യരും. അപ്പോൾ ലോത്തിൽ നിന്ന് കടന്നു വരുന്ന 2 പ്രധാനപ്പെട്ട ദേശങ്ങളാണ് മൊവാബ്യരും അമ്മോന്യരും. ഈ 2 ദേശം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ്. ഇസ്രായേലിൻ്റെ ഏകദൈവത്തെ വിശ്വാസമില്ലാതെ ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളുകളാണ്. മൊളോക്കോ ദേവനാണ് മൊവാബിൻ്റെ ദേവനെങ്കിൽ കെമോഷ് എന്ന് പറയുന്ന ദേവനാണ് അമ്മോന്യരുടെ ദേവൻ. ഇപ്രകാരം ഇസ്രായേൽ എന്ന് പറയുന്ന കാനാൻ ദേശത്തിനെതിരായിട്ട് നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട ദേശത്തിൻ്റെ പിതാവെന്ന നിലയിൽ അബ്രാം ലോത്തിൽ നിന്ന് വേർപിരിയേണ്ടത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതാണ് അബ്രാമും ലോത്തും വേർപിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം. വിശുദ്ധഗ്രന്ഥം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ആരാണ് മൊവാബ്യർ, ആരാണ് അമ്മോന്യർ, അവരുടെ ജീവിതശൈലി നോക്കിക്കൊണ്ട് ഇസ്രായേലിന് ചോദിക്കുക, ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന മൊവാബ്യരാരാണ്, അമ്മോന്യരാരാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവർ പറയുക, ഇത് ലോത്തിൻ്റെ മക്കളാണ്. ആരാണ് ലോത്ത്? അബ്രാമിൻ്റെ സഹോദരൻ. അതുകൊണ്ട് അബ്രാം എന്ന് പറയുന്ന വ്യക്തിയെ മുമ്പിൽ മാറ്റി നിർത്തിക്കൊണ്ട് അബ്രാമിനെ ലോത്തിൽ നിന്ന് വേർപിരിച്ച് കാണിച്ച് ലോത്തിൻ്റെ ഇൻസിഗ്നിഫിക്കൻസ് എടുത്ത് കാണിക്കുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ. അതുകൊണ്ട് ലോത്ത് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മൊവാബ്യരെയും അമ്മോന്യരെയും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അവരെ കണ്ടുകൊണ്ട് വേണം ലോത്ത് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ നടത്താൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥം, ഈ പഞ്ചഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇസ്രായേൽ ജനം ധാരാളം യുദ്ധം നടത്തുന്ന സ്ഥലമാണ്. അമ്മോന്യരുമായിട്ട് യുദ്ധം നടത്തുന്നു, മൊവാബ്യരുമായിട്ട് യുദ്ധം നടത്തുന്നു. അമ്മോന്യ രാജാവായ നഹാഷുമായിട്ട് യുദ്ധം നടത്തുന്നതായി 1 സാമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ സാവൂൾ യുദ്ധം ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അമ്മോന്യരുടെ യുദ്ധം സാമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ 10-11 അധ്യായങ്ങളിൽ ദാവീദ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങളുടെ ഒരു വലിയ ശൃംഖല നമുക്ക് കാണാൻ സാധിക്കും. മൊവാബ്യരുമായിട്ട് യുദ്ധം ചെയ്യുന്ന ദാവീദ് രാജാവിനെ കാണുന്നു 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ. മൊവാബ്യരുമായിട്ട് യുദ്ധം ചെയ്യുന്ന ദാവീദ് രാജാവിന്. ഇപ്രകാരം ഇസ്രായേലിൻ്റെ എതിരെ വരുന്ന ശത്രുക്കളായ മൊവാബ്യരെ അമ്മോന്യരുടെയും പിതാവായ ലോത്ത് അബ്രാമിൻ്റെ പാരമ്പര്യം പിന്തുടരുന്ന വ്യക്തിയല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഉൽപ്പത്തി പുസ്തക ഗ്രന്ഥകാരൻ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൽ അബ്രാമും ലോത്തും വേർപിരിയുന്ന സംഭവത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 19-ാമത്തെ അധ്യായത്തിൻ്റെ സംഭവങ്ങളും
അതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. വീണ്ടും ഇവിടെ ദൈവമായ കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനം വീണ്ടും ഇവിടെ പുനഃസ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 13-14 വാക്യം പറയുന്ന ഇപ്രകാരമാണ്: അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിൻ്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിൻ്റെ സന്തതികളെയും എണ്ണാനാകും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രാഹാം ഒരു കൂടാരം ഉണ്ടാക്കി. വീണ്ടും പറയുകയാണ്, വാഗ്ദാനം പുനഃസ്ഥാപിക്കുകയാണ്. ആകാശത്തിലെ പക്ഷികളെപ്പോലെയും ഭൂമിയിലുള്ള ഈ പൂഴി പോലെയും ഞാൻ നിൻ്റെ ജനത്തെ വർദ്ധിപ്പിക്കും. എന്നിട്ട് എങ്ങനെയാണ് നടക്കുന്നത്? അബ്രാഹാം കുരിശാകൃതി നടന്നു എന്നാണ് പറയുക. ഇതൊക്കെ പുതിയ നിയമവുമായിട്ട് ഒത്തിരി ബന്ധമുള്ള സംഭവങ്ങളാണ്. അതൊക്കെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കുന്നത് നല്ലതായിരിക്കും. അബ്രാഹാമിൻ്റെ യാത്ര, അങ്ങനെ ഒന്നാമത്തെ എക്സോഡസിൻ്റെ ഒന്നാമത്തെ യാത്ര, അബ്രാഹാം ഈജിപ്തിൽ നിന്ന് നേരെ കാനാൻ ദേശത്തേക്ക് വന്ന് വീണ്ടും അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന് വേണ്ടി ബലിയർപ്പിച്ചു. 14-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൽക്കീസദേക്കിനെ കുറിച്ചുള്ള വിചിന്തനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പുരോഹിത പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വിചിന്തനം ചെയ്യാം. എങ്ങനെയാണ് പൗരോഹിത്യം കടന്നു വന്നിരിക്കുന്നത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുമ്പോൾ ഈ 14-ാമത്തെ അധ്യായത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ആ ഭാഗം നമുക്കൊന്ന് മാറ്റിവെച്ചിട്ട് 15 മുതലുള്ള അധ്യായങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഇവിടെ കാണുന്ന അബ്രാമിൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് അബ്രാം എവിടെയാണിപ്പോൾ? മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിന് ബലിപീഠം ഉണ്ടാക്കിയതിന് ശേഷം കാനാൻ ദേശത്തിൽ വസിക്കുന്ന അബ്രാമിനെയാണ് കാണുക. അബ്രാമിന് മക്കളുണ്ടായോ? ഇല്ല. അബ്രാമിന് സ്ഥലം കിട്ടിയോ? ഇല്ല. ഇങ്ങനെ അബ്രാമിന് മക്കളും ഉണ്ടായിട്ടില്ല, സ്ഥലവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആകപ്പാടെ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അബ്രാമിനെയാണ് ഈ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് 15-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും ദൈവമായ കർത്താവ് അബ്രാമിന് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അതിപ്രകാരമാണ്: അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസ്കാരൻ എലയാസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി. അബ്രാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടെ നിന്ന് തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ പെടുന്ന ദാസൻ ഒരുവനായിരിക്കും എൻ്റെ അവകാശി. വീണ്ടും അവന് കർത്താവിൻ്റെ ഉള്ളപ്പെടം ഉണ്ടായി, നിൻ്റെ അവകാശി അവനായിരിക്കുകയില്ല, നിൻ്റെ മകൻ തന്നെ ആയിരിക്കും ഒക്കെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് വീണ്ടും വാഗ്ദാനം കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ വാഗ്ദാനം കൊടുക്കുമ്പോൾ, ഉടമ്പടിയുടെ ഭാഗം കൊടുക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി കർത്താവ് കൊടുക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: ദൈവമായ കർത്താവ് ഈ മനുഷ്യനോട് അബ്രാമിനോട് പറയുകയാണ്, നീ അതിരാവിലെ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി ഒരു ബലിപീഠം പണിയുക. ആ ബലിപീഠത്തിൽ ഒരു മൃഗത്തെ വയ്ക്കുക. 2ആയിട്ട് മുറിച്ച് വേണം ബലിപീഠത്തിൽ ഇതിനെ വയ്ക്കാൻ വേണ്ടി. ബലിപീഠത്തിൽ വയ്ക്കപ്പെടുന്ന ഈ മൃഗത്തിൻ്റെ മേൽ ഞാൻ അഗ്നി അയക്കും, അതിനെ ദഹിപ്പിക്കും. അബ്രാഹാം നേരെ അതിരാവിലെ എഴുന്നേറ്റ് ഒരു ബലിപീഠമുണ്ടാക്കി, ഒരു ബലിവസ്തുവിനെ വെച്ചു, അതിനെ 2ആയിട്ട് പിളർന്നു. അതിനുശേഷം രാവിലെ മുതൽ കാവൽ നിൽക്കുക. ഈച്ചയൊക്കെ ഓടിച്ചുകൊണ്ട് കാവൽ നിൽക്കുകയാണ് അബ്രാം ചെയ്യുന്നത്. അങ്ങനെ കാവൽ നിൽക്കുന്ന അവസരത്തിൽ അവസാനം വൈകുന്നേരമായപ്പോൾ കർത്താവോട് വന്നു. കർത്താവ് പറഞ്ഞു, ദാ കണ്ടില്ലേ, ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ തമ്മിലുള്ള ഉടമ്പടിക്ക് ഏതെങ്കിലും തരത്തിൽ ഞാനെപ്പോഴും വിശ്വസ്തനായിരിക്കും. നീ അവിശ്വസ്തത പുലർത്തിയാൽ നിൻ്റെ സ്ഥിതി ഈ മൃഗത്തെ പോലെ ആയിരിക്കും. കണ്ടോ, ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഏതെങ്കിലും തരത്തിൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിന് അവിശ്വസ്തത വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഈ മൃഗത്തെ പോലെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് കറാത്ത് ബറീത്ത്, നോഹയുടെ കാലഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ കറാത്ത് ബറീത്ത്, കട്ടിങ് എ കവനൻ്റ് എന്ന് പറയുന്ന ആശയം കടന്നു വരിക.
ഉടമ്പടി മുദ്ര വയ്ക്കപ്പെടുന്നത് ബലിയർപ്പണത്തോടു കൂടിയാണ്. അതായത് ദൈവം കൊടുക്കുന്ന ഉടമ്പടി, പ്രോമിസ്, വാഗ്ദാനം മുദ്ര വയ്ക്കപ്പെടുന്നത് ഉടമ്പടിയോടുകൂടിയാണ്. അതാണ് കട്ടിങ് എ കവനന്റ്. ഒരു മൃഗത്തെ കട്ട് ചെയ്ത് രണ്ടായിട്ട് പിളർന്നു, അതുപോലെ ആയിരിക്കും നിന്നെ ഞാൻ പിളർക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊല്ലുക എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടിയുടെ ബന്ധം വിച്ഛേദിച്ചാൽ നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. അതായത് ഞാൻ നിന്നെ ഈ നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യും, നിന്നെ പുറന്തള്ളും. ഈ ഒരു അനുഭവത്തെ കൊടുക്കുകയാണ്. അല്ലാതെ ഞാൻ നിന്നെ കൊല്ലുമെന്നുള്ളതല്ല, ഈ ദേശത്ത് നിന്ന് ഞാൻ നിന്നെ പുറന്തള്ളും. അത് മരണത്തോട് തുല്യമാണല്ലോ. ഒരു സ്വന്തം ദേശത്ത് നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് ഒരുത്തിനെ ഇറക്കി ഓടിക്കുക എന്ന് പറയുന്നത് മരണത്തോട് തുല്യമാണല്ലോ. അതുകൊണ്ടാണ് ആ പ്രയോഗം അവിടെ വന്നിരിക്കുന്നത്. അതാണ് കട്ടിങ് എ കവനൻറ്റ് എന്നുള്ള ആശയത്തിൽ, കറാത്ത് ബറീത്ത് എന്നുള്ള ആശയത്തിലേക്ക് കടന്നു വരിക. വാഗ്ദാനം ഈ രീതിയിലാണ് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിന്നെ വാഗ്ദാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് കട്ടാക്കും. ഈ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ബേസിക്കായിട്ട് വിശുദ്ധ ബന്ധത്തിലെ രണ്ടാമത്തെ അനുഭവം. അതായത് ആദ്യത്തെ അനുഭവം നോഹയുടെ കാലഘട്ടത്തിലുള്ള ആ അനുഭവമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഉടമ്പടിയുടെ ബന്ധം ഇവിടെയാണ് നമ്മൾ കാണുക. അപ്പോൾ ആ ഉടമ്പടിയെ നവീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉടമ്പടിയുമായിട്ടുള്ള ബന്ധത്തെയാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ എത്തി നിൽക്കുന്നത് അബ്രാഹത്തോട് ദൈവം ചെയ്യുന്ന ഉടമ്പടി വീണ്ടും വീണ്ടും പുനരവതരിപ്പിക്കപ്പെടുകയാണ്. അബ്രാഹം ധാരാളമായിട്ട് കാത്തിരിക്കുക. അത് അബ്രാഹം പറയുകയാണ്, എൻ്റെ ഭവനത്തിൻ്റെ അവകാശി ഇനി എലയാസറായിരിക്കും, എലയാസറിനെ അവകാശിയാക്കിക്കൂ, അതായിരിക്കും നല്ലത്. കാരണം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ വരാതെ ഇരിക്കുന്ന അവസരത്തെ എലയാസറിനെ പിടിച്ച് അവകാശിയാക്കാൻ പറയുന്ന അബ്രാമിനെ പോലെ കാണുന്നത്. ഇതൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. ആ വിശ്വാസത്തിൽ അബ്രാം എന്ന് പറയുന്ന വ്യക്തിയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ അവൻ അതിന് നീതിയായിട്ട് പരിണമിച്ചു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ സമാപനത്തിൽ, ഇതിൻ്റെ ഇടയ്ക്കാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ വളരെ മനോഹരമായ ഒരു കാര്യം പറയുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ സന്താനങ്ങൾ, 13-ാം വാക്യം, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും, 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അപ്രകാരം പറഞ്ഞതുകൊണ്ട് പറയുന്നതിലൂടെ ഈ അബ്രാഹാം എന്ന് പറയുന്ന ദേശത്തിന് കിട്ടുന്ന, അല്ലാതെ വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹം പറയുന്നതോടൊപ്പം അവൻ്റെ ജീവിതത്തിൽ വരും തലമുറയ്ക്ക് കിട്ടുന്ന ജീവിത സാഹചര്യങ്ങളെയും കൂടി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാം. എന്തിനാണ് ആ വാക്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, എന്താണ് ആ വാക്യത്തിൻ്റെ പ്രത്യേകത എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് ഈ എപ്പിസോഡുകളിലൂടെ നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.